കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ആക്രമണം നടത്തിയ ആളെ പിടിച്ചിരിക്കുന്നു. മലപ്പുറത്ത് താനൂർ സ്വദേശിയായ ഉബൈഫാണ് അറസ്റ്റിലായത്. ആശുപത്രി അധികൃതരുമായി തർക്കത്തിലായ പ്രതി റിസപ്ഷൻ അടിച്ചു തകർക്കുകയായിരുന്നു. വിവരങ്ങളുമായി സിനോജ് തോമസ് ഉണ്ട്. സിനോജ് തോമസ്, ഈ ഉബൈഫിന് എന്തിൻ്റെ കേടാ ആശുപത്രിയിൽ പോയിട്ട് അതൊക്കെ അടിച്ച് തകർക്കുക? പ്രത്യേകിച്ച് ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ ഉള്ള ഒരു നാടാണ്, ആശുപത്രി സേവന സംരക്ഷണ നിയമമൊക്കെ ഉള്ളൊരു നാടാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. എന്താ സംഭവം സിനോജ്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം ഇത് മദ്യലഹരിയിലാണോ എന്നൊരു സംശയം ഈ ആശുപത്രി അധികൃതർക്കുണ്ട്. ഏതായാലും ഉബൈഫിന്റെ അറസ്റ്റ് ഫാറൂഖ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം പരപ്പനങ്ങാടിയിൽ വെച്ച് 2 ബൈക്കുകൾ കൂട്ടിയിടിച്ചു ഇന്നലെ വൈകുന്നേരം. ആ ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയ താനൂർ സ്വദേശി അൻസിലുമായിട്ടാണ് ഉബൈഫ് ഈ കടലുണ്ടി TMH ആശുപത്രിയിൽ എത്തുന്നത്. ഇവർക്കൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിൽ അൻസിലിനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഇവിടെ തന്നെ ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉബൈഫ് ഡോക്ടറുമായി തർക്കത്തിലായി. തുടർന്ന് റിസപ്ഷനിലുള്ള അവിടുത്തെ സ്റ്റാഫുമായി തർക്കത്തിലാവുന്നു, ശുചീകരണ തൊഴിലാളിയുമായിട്ട് തർക്കത്തിലാവുന്നു. ആ ജീവനക്കാരൊക്കെ തന്നെ പിടിച്ച് തള്ളുന്നു. അതോടൊപ്പം തന്നെ റിസപ്ഷനിലുണ്ടായിരുന്ന ആ റൂമിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് അവിടെയുള്ള കമ്പ്യൂട്ടറിലൊക്കെ തന്നെ തകർക്കുകയാണ് ചെയ്തത്. പിന്നെ പോലീസ് എത്തിയാണ് ഇവരെ ശാന്തമാക്കി ഉബൈഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അൻസിലിന് ചികിത്സ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ കൂടിയുണ്ട്. അവരെ കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഫറൂഖ് പോലീസ് കടന്നിട്ടുണ്ട്. ഏതായാലും ലഹരിയുടെ ഒരു സൂചന കൂടി പോലീസും ഈ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഉബൈഫ് ഈ ആക്രമണം നടത്തിയെന്ന സൂചന ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺകുമാർ.